സ്തോത്രം. എത്രയും വേഗത്തിൽ ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 22 അധ്യായം അതിന്റെ 14 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 22 അധ്യായം അതിന്റെ 14 വാക്യം. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ആമേൻ ശൗൽ എന്ന സ്വഭാവത്തിനുടമനായി, ശൗൽ എന്ന ഒരു പ്രതീതി ഉള്ളവനായി, അവന്റെ പഴയകാല ജീവിതത്തിൽ ക്രിസ്ത്യാനികൾക്ക് വിരോധമായി ഒരു ആക്രമണ സ്വഭാവമുള്ളവനായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവിടെ വെളിപ്പെടുകയാണ്. ആരാണോ ക്രിസ്തുവിന് വിരോധമായി സംസാരിക്കുന്നത്, ആരാണോ അഭിഷിക്തന്മാരെ കൊല്ലുവാനായിട്ട് കാവലായി നിൽക്കുന്നത്, ആരാണോ വചനത്തിന് വിപരീതമായിട്ട് ഉന്നം വെച്ച് നിൽക്കുന്നത്, അവനെ തന്നെ ഈ ദൈവവചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്ന വ്യക്തിയായി അഭിഷേകം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ശൗൽ എന്ന അവൻ വ്യക്തിയെ ദൈവം പിടിച്ച് അവനെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു വലിയ തേജസ് അവന്റെ ജീവിതത്തിലേക്ക് മിന്നിക്കുവാനിടയായി തീർന്നു. ഒരു വലിയ വെളിച്ചം കണ്ടിട്ട് ശൗൽ അവിടെ വീഴുകയാണ്. അവന്റെ ചുറ്റും മിന്നിക്കൊണ്ടിരിക്കുന്ന തേജസ് ദൈവ തേജസ്സാണെന്ന് അവൻ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവന്റെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന മിന്നല് അത് സാധാരണ മിന്നലല്ലെന്നും അത് ദൈവത്തിന്റെ തേജസ്സാണെന്നും ദൈവകൃപയാൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തിയാണെന്നും അവൻ ശൗല് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, സ്തോത്രം, പ്രഭു എന്ന് അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം ശൗല് അതിന് ഉത്തരം പറയുകയാണ്. ദൈവത്തിന് ദാസനായി തീരാൻ അവൻ സമർപ്പിക്കപ്പെടുകയാണ്. അവന്റെ സ്വഭാവത്തെ തന്നെ ദൈവം അവനെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. അവന്റെ വിചാരങ്ങളെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിച്ചു. അവന്റെ കയ്യിലുള്ള അധികാര പത്രത്തെ ദൈവം പിടിച്ചു മാറ്റി വേറൊരു അധികാരം കൊടുത്തു. അത് ക്രിസ്ത്യാനികളെ തകർക്കാനുള്ള അധികാരമായിരുന്ന ആ അധികാര പത്രത്തെ പിടിച്ചു മാറ്റിക്കൊണ്ട് ക്രിസ്ത്യാനിയെ ആക്കാനുള്ള, അല്ലെങ്കിൽ അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിപ്പിക്കാനുള്ള അധികാരം കൊടുത്ത് അവനെ അഭിഷേകം ചെയ്യുവാനായിട്ടായി. അവന്റെ മേലിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അവനെ അവിടെ കാണുന്നു. അവന്റെ ദൈവ തേജസ്സിന് മുമ്പിൽ കണ്ണു കാണാത്തവനായിരുന്നു. അവനെ കാഴ്ച പ്രാപിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ ആത്മാവന്റെ ശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ, അവന്റെ ജീവിതത്തിൽ വ്യാപരിച്ചപ്പോൾ, അവൻ യഥാർത്ഥമായിട്ട് ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചു. ആ കാഴ്ച പ്രാപിച്ചപ്പോൾ ദൈവശബ്ദം കേട്ടപ്പോൾ അതിൽ 3 കാര്യമാണ് ശൗൽ ശ്രദ്ധിച്ചത്. ഒന്നാമത്തെ കാര്യം, പിതാക്കന്മാരുടെ ദൈവം നിന്നെ നിയമിച്ചിരിക്കുകയാണ്. ഒരു നിയമനം അവിടെ സംഭവിച്ചിരിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ നിയമനമാണ്. അവിടെ ഒരു പ്രത്യേക റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ല. അവനെ ഒരു ക്രിസ്തുവിന് വിരോധമായി നിൽക്കുന്നവനെ പിടിച്ച് ക്രിസ്തുവിനെ അനുകൂലമാക്കി മാറ്റുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ദൈവം ശൗലിന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. അവനെ ഒരു കാര്യത്തിനായി നിയമിച്ചു. 3 ദൈവത്തിന്റെ അറിവാൻ, 2 നീതിമാനായവനെ കാണാൻ, 3 അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കാൻ. ഈ 3 വിഷയങ്ങൾ ശൗലിന്റെ ജീവിതത്തിലേക്ക് വരിക. അവ പൗലോസായി മാറുമ്പോൾ ഈ 3 വിഷയങ്ങളാണ് അവനെ പൗലോസാക്കി മാറ്റിയത്. അവനെ പൗലോസ് എന്ന ഒരു വലിയ അപ്പോസ്തലനായി മാറ്റാൻ, അവന്റെ ജീവിതത്തെ ചേഞ്ച് ആക്കിയത് ഈ 3 വിഷയമാണ്. 1, ദൈവത്തിന്റെ ഇഷ്ടം അറിയുക. 2, നീതിമാനായവനെ കാണുക.
മൂന്നാമത്, ആ നീതിമാനായവന്റെ വായിൽ നിന്ന് ദൈവവചനം കേൾക്കുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഈ 3 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരണം. ഒന്നാമത്, നാം അറിയേണ്ടത് ലോകത്തിന്റെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടമല്ല, നമ്മെ സൃഷ്ടിച്ചാക്കിയ നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം നാം അറിയണം. ആമേൻ. ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞ് ആ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്ന ഒരു വലിയൊരു സമർപ്പണം ദൈവം ശൗലിൽ ആഗ്രഹിച്ചപ്പോൾ, ശൗല് അതിനു വേണ്ടി നിയമിക്കപ്പെട്ടവനാണെന്ന് ശൗലിന് മനസ്സിലായപ്പോൾ അവന്റെ ജീവിതത്തിൽ ക്രിയ നടന്നു. അവൻ ശൗലെന്നല്ല, അവൻ പൗലോസായി മാറി, കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവനായി മാറി. അവന് ദൈവത്തിന് മനസ്സിലായി, എന്നെ ദൈവം നിയമിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം അറിയാനാണ്. രണ്ടാമത്, എനിക്ക് നീതിമാനായവനെ കാണണം. മൂന്നാമത്, അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കണം. സ്തോത്രം. നമ്മളൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയാമോ? ഒന്നാമത്, ദൈവം എൻ്റെ ഇഷ്ടം അറിയണം. എനിക്കെങ്ങനാണ്, എൻ്റെ കഴിവെങ്ങനാണെന്ന് ദൈവം അറിയണം. എൻ്റെ കഴിവിനനുസരിച്ചുള്ള വഴികളെ തുറന്നു തരണം. എൻ്റെ ഇഷ്ടമാണ് ഇന്ന സ്ഥലത്ത് വിദേശത്ത് പോയി കർത്താവിന്റെ വേല ചെയ്ത് അത് അറിയണം എന്നൊക്കെ പറഞ്ഞ്, ഒന്നാമതായി എൻ്റെ ഇഷ്ടം ദൈവം അറിയണമെന്നും എന്നിലുള്ള നീതിമാനായ സ്വഭാവത്തെ ദൈവം കാണണമെന്നും എൻ്റെ വചനം എല്ലാവരും കേൾക്കണമെന്നുമാണ് ഇന്നത്തെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ നിയമനം ഇങ്ങനെയാണ്. ആമേൻ. അവിടെ കാണുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം നീ അറിയാൻ ഞാൻ നിയമിച്ചിരിക്കുന്നു. രണ്ടാമത്, അവന്റെ ആ നീതിമാനായവനെ കാണുവാനുള്ള നിയമനം. മൂന്നാമത്, ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള നിയമനം. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്ന തലങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കാം. നമ്മെ നിയമിച്ചിരിക്കുന്ന എൻ്റെ കർത്താവ് ഏത് വിഷയങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇന്ന് രാത്രിയിൽ നാം അത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ആമേൻ. ഒരു വാക്യം ഒന്ന് വായിക്കുമല്ലോ. ഒന്നാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ ഇഷ്ടം അറിയുക. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് സ്വർഗത്തിൽ നടക്കുന്നതെന്ന്. ആമേൻ. ആ വാക്യത്തിൽ ഇപ്രകാരം യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? ദൈവമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്താണോ അത് ഭൂമിയിൽ നിറവേറണമേ. സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ ആരാധന. അവിടെ ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ രാജ്യം അവിടെ ഉണ്ട്. ആ രാജ്യം എൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന്റെ ഇഷ്ടം, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതാണെങ്കിൽ, സ്തോത്രം, സ്വർഗദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ഇഷ്ടമാണ് ദൈവത്തിനെങ്കിൽ ആ ഇഷ്ടം എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നിറവേറണം. നാം എന്നും ഏത് നിമിഷവും നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നവനായി തീരണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആമേൻ. ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുക, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക, അവനെ വാഴ്ത്തിക്കൊണ്ട് ആരാധിക്കുക. ആമേൻ, സ്തോത്രം. ആരാധന ഒരു പ്രോഗ്രാമായി മാറാതെ, ആരാധന എൻ്റെ കടമയാണ്. എൻ്റെ ദൈവത്തിന്, ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞാൻ ആ യോഗ്യനായവനെ ആരാധിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കണം ഞാനും നിങ്ങളും. അതുകൊണ്ട് ഒന്നാമത്തെ, ദൈവത്തിന്റെ ഇഷ്ടമാണ് നാം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു, അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ആമേൻ ദൈവത്തിന്റെ ഇഷ്ടം. ദൈവം അയച്ചത് യേശുവിനെ. യേശുവിന്റെ ഇഷ്ടം നാം അറിയണം. ആമേൻ. അയച്ചവന്റെ ഇഷ്ടം യേശു പറഞ്ഞു. ആ വാക്യം ഒന്ന് വായിക്കാമല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യമാണ്. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട്. യേശു
യേശു പറഞ്ഞതായ വാക്ക് ഞാൻ കേൾക്കുന്നത് പോലെ എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യേശു പറയുകയാണ്, എന്നെ അയച്ചവൻ എന്ത് പ്രഖ്യാപിക്കുന്നുവോ, അവൻ എന്ത് നീതിയായി കൽപ്പിക്കുന്നുവോ അത് മാത്രമായിരിക്കും എന്റെയും ഇഷ്ടം. ദൈവം എന്താണ് പ്രഖ്യാപിക്കുന്നത്, എന്താണ് കൽപ്പിക്കുന്നത്, എന്റെ ഇഷ്ടം. ഇവിടെ എന്റെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് അവിടെ പ്രാധാന്യം. അയച്ചവനിൽ വിശ്വസിക്കുക, അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുക, നീതിയുള്ളത് ചെയ്യുവാൻ ഇച്ഛിക്കുക. അതാണ് അവിടെ നമ്മുടെ ഇഷ്ടത്തിനൊരു പ്രാധാന്യമില്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് മാത്രമാണ് അതിന് പ്രാധാന്യം. നമ്മെ ഒരു പൗലോസാക്കി മാറ്റാൻ, ഒരു വലിയ അഭിഷിക്തനാക്കി മാറ്റാൻ, ഒരു വലിയ സഭകളുടെ ഉടമസ്ഥനായി മാറ്റാൻ, ആമേൻ, ദൈവരാജ്യത്തിന് കെട്ടുമണിക്ക് പ്രയോജനമുള്ള ഒരു വലിയ നേതാവായി മാറാൻ എൻ്റെ കർത്താവിന്റെ ഇഷ്ടത്തിന് നമുക്ക്, ആമേൻ, സ്തോത്രം, നാം ആദ്യം നമ്മെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് അവിടെ ഒരു സ്ഥാനവുമില്ല. നമുക്ക് ചിലപ്പോൾ എനിക്ക് വിദേശത്ത് പോയി ശുശ്രൂഷിക്കാനായിരിക്കാം എൻ്റെ ഇഷ്ടം, എനിക്ക് വലിയ സഭകളൊക്കെ തിരഞ്ഞെടുത്ത് അവിടെ ശുശ്രൂഷിക്കുന്നതായിരിക്കാം എൻ്റെ ഇഷ്ടം, എനിക്ക് വലിയ മോടിയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എൻ്റെ ഇഷ്ടം. പക്ഷെ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ആമേൻ, ഇന്ന് രാത്രിയിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ആമേൻ, അത് ആരായുവാൻ ദൈവാത്മാവ് രാത്രി ദൈവവചനത്തിലൂടെ കൽപ്പിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നു ദൈവ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. റോമർക്ക് എഴുതിയ ലേഖനം 2:18. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ ഈ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? 3 വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ, നീയോ യഹൂദൻ എന്ന പേരുകൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നാം അറിയണം. നാം ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ അറിയുന്നവനാണ്. യഹൂദൻ എന്ന പേര് ദൈവമക്കളാണെന്നുള്ള ഒരു പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ക്രിസ്തുവിലാണ് പ്രശംസിക്കുന്നത്, ദൈവത്തിൽ പ്രശംസിക്കുക, ന്യായപ്രമാണത്തിൽ ന്യായപ്രമാണത്തിന് പഠിക്കുക, അവന്റെ ഇഷ്ടം അറിയുക, അവന്റെ ഭേദാഭേദങ്ങളെ വിവേചിക്കുക. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവനെ ഉപദേശിക്കുന്നതിനേക്കാളും നാം നമ്മെ തന്നെ ഉപദേശിക്കുക. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. നാം എന്ത് പഠിച്ചാലും, നാം എന്ത് ചെയ്താലും നമുക്ക് നമ്മെ തന്നെ ഉപദേശിക്കുവാൻ, നീ ചെയ്യുന്നത് ശരിയാണോ, നീ നടക്കുന്നത് നടത്തം ശരിയാണോ, നീ ചെയ്യുന്ന പ്രവൃത്തി ക്ലിയർ ആണോ, ദൈവവചനത്തിനനുസരിച്ചുള്ള ജീവിതമാണോ, എനിക്ക് എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ നിരൂപണങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണോ എന്ന് നാം നമ്മെ തന്നെ മനസ്സിലാക്കുക, നമ്മെ തന്നെ ഉപദേശിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നാം ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ, ന്യായപ്രമാണം അറിഞ്ഞിട്ടും അതിനകത്ത് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് ഉപദേശിക്കുവാനായിട്ട് തയ്യാറാകണം. ഞാൻ ആര്, ഞാൻ എന്താണ്, ഞാൻ ഏത് വഴിയിലൂടെ യാത്ര ചെയ്യുന്നു, എന്റെ നിരൂപണം എന്താണ്, ക്രിസ്തുവിന്, ദൈവത്തിന് ഇഷ്ടമായത് മാത്രമാണോ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നാം ആരായേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ 1-ാമത്തേതിനെ
നീക്കിക്കളയുന്നു. സ്തോത്രം. ന്യായപ്രമാണത്തെ മാറ്റി ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന രണ്ടാമത്തതിന് ചെയ്യുവാൻ, അതിനെ സ്ഥാപിക്കുവാൻ എൻ്റെ കർത്താവ് വരികയാണ്. അതാണ് യേശു പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്നു. നമുക്ക് വേണ്ടി പാപയാഗമായി, നമുക്ക് വേണ്ടി അവൻ ബലിയാടായി, നമുക്ക് വേണ്ടി അവൻ രക്തമൊഴുക്കി, നമുക്ക് വേണ്ടി അവൻ മരണമേറ്റു വാങ്ങി, നമുക്ക് വേണ്ടി അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ പാപികളാൽ എണ്ണപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ ശാപമായി തീർന്നു. ആമേൻ. യേശു ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞപ്പോൾ അതിനു വേണ്ടി അവൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കഷ്ടതകൾക്കും പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ വേണ്ടിയാണ് നമ്മെ തെരഞ്ഞെടുത്തെങ്കിൽ അത് സഹിക്കാൻ, സന്തോഷത്തോടെ അതിനെ ഏറ്റുവാങ്ങുവാൻ നാം തയ്യാറായേ മതിയാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഓൺലൈനിലൂടെ പറയുന്നത് എത്ര ക്ലിയർ, എത്ര കറക്റ്റ് ആകും, എത്ര അത് നമുക്ക് ഗുണകരം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓരോ ദിവസവും പുതിയ പുതിയ ആത്മാക്കളെ കർത്താവ് ആമേൻ ഓരോ സഭകളിലും എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, എനിക്ക് കേരളത്തിലെ രീതി എനിക്കറിയില്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലെ ഓരോ സഭകളിലും ഓരോ ഞായറാഴ്ചയും പുതിയ പുതിയ ആത്മാക്കള്, ഇവിടെ ജനം ആമേൻ അവർക്ക് എത്ര പ്രതികൂലമുണ്ടെങ്കിലും അവർക്കൊരു വിടുതലിന് വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വരും. അവർക്ക് യേശുവിനെ വേണം, അവർക്ക് യേശുവിൽ നിന്ന് വിടുതൽ വേണം. അവര് യേശുവിനെ കാണുകയാണ്. ഗ്രാമങ്ങളിലുള്ളവർ യേശുവിനെ അന്വേഷിച്ച് കടന്നു വരികയാണ്. അവൻ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ദൈവദാസന്മാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ ഒതുക്കാൻ ലോകം ശ്രമിക്കുമ്പോഴും ചർച്ചുകളും ദൈവസഭകളും ദൈവമക്കളും ഓരോന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും വളരുന്ന ഒരു സാമ്രാജ്യം ക്രിസ്തുവിന്റെ സാമ്രാജ്യം മാത്രമേ ഉള്ളൂ. എത്ര അടിച്ചൊതുക്കാൻ നോക്കിയാലും അതിനപ്പുറമായി വളരുന്ന ഒരു വലിയ സാമ്രാജ്യം യേശുവിന്റെ സാമ്രാജ്യമാണ്. അതിനെ ഒതുക്കുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ പ്രതികൂലം സഹിക്കാനാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം എന്നെ നിയമിച്ചാക്കിയിരിക്കുന്നെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുവാൻ നാം തയ്യാറാകണം. ക്രിസ്തുവിനെ അറിഞ്ഞിട്ട്, ക്രിസ്തുവിന്റെ മാർഗത്തെ പിന്തുടർന്നിട്ട്, ന്യായപ്രമാണം അല്ലെ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതുകൊണ്ട് ഇനിയും എൻ്റെ ജീവിതത്തിൽ കഷ്ടതയാണോ, അതിനായിട്ട് എന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി നിങ്ങളെ കുറിച്ച് ദൈവം സന്തോഷിക്കുക തന്നെ ചെയ്യും. ഒന്നാമതായി നാം കണ്ടു ദൈവത്തിന്റെ ഇഷ്ടം അറിയുക. രണ്ടാമത്തേത് എന്താണ്? നീതിമാനായവനെ കാണുക. അവന്റെ കാഴ്ച പ്രാപിച്ചത്, ശൗല് കാഴ്ച പ്രാപിച്ചപ്പോൾ തന്നെ നിനക്ക് രണ്ടാമതായി ലഭിച്ച ജീവിതം, രണ്ടാമതായി ലഭിച്ച കാഴ്ച, അത് എന്തിനാണ്? നീതിമാനായവനെ കാണുവാനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം. ഞാൻ ഈ കണ്ണാടി ഇട്ടിട്ടാണല്ലോ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. ഒരു കാലത്ത്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് നല്ല കാഴ്ച വേണം, എനിക്ക് കണ്ണാടി ഇടേണ്ട ആവശ്യമില്ല. ആ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. ഞാൻ എൻ്റെ കണ്ണാടി മാറ്റിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കൺവെൻഷനിൽ അനേകരെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നല്ല കാഴ്ച വേണം, എനിക്ക് കണ്ണാടി മാറ്റണം. ഞാൻ കണ്ണാടി താഴെ വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഇന്നു മുതൽ നീ നല്ല കാഴ്ച തരണം, എനിക്ക് ദൂരക്കാഴ്ച കുറവാണ്, അത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഇന്നു മുതൽ ഞാൻ കണ്ണാടിയില്ലെന്ന് തീരുമാനിച്ചിട്ട് കണ്ണാടി താഴെ വെച്ചു. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിൽ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് ആഹാരം കഴിക്കുവാനായിട്ട് ഇങ്ങനെ ദൈവദാസന്മാരോട് കൂടെ ഇടയിൽ ഇരിക്കുമ്പോൾ എൻ്റെ വിശ്വാസികളും എൻ്റെ ദൈവദാസന്മാരും വന്നിട്ട് പറയുകയാണ്, പാസ്റ്റേ, കണ്ണാടിയിലാണ് കേട്ടോ പാസ്റ്റർ സ്മാർട്ട് എന്ന്. കണ്ണാടി വെച്ചില്ലെങ്കിൽ പാസ്റ്റർ അത്ര കാണാൻ കൊള്ളത്തില്ല, കണ്ണാടിയിൽ നല്ല സ്മാർട്ടാണെന്ന് പറഞ്ഞു. ഉടനെ അറിയാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കണ്ണാടി എടുത്ത് എൻ്റെ മുഖത്ത് വെച്ചു. അന്ന് കിട്ടിയ സൗഖ്യം അന്നത്തേക്ക് മാത്രമായി മാറി. അതിനുശേഷം ഇന്നും എനിക്ക് കണ്ണാടി ഇട്ടാലേ ശരിയാകുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ തന്നെ തെറ്റാണ്.
ഞാൻ ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിശ്വസിച്ച പ്രാർത്ഥിച്ച ഒരു വ്യക്തി. എനിക്ക് കാഴ്ച ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചവനാണ്. പക്ഷെ ലോകത്തിന്റെ എൻ്റെ വിശ്വാസികളും ദൈവമക്കളും ദൈവദാസന്മാരുമാണ് എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞത് കണ്ണാടിയിലാണ് താൻ സ്മാർട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്മാർട്ട്നെസ് ആണ് ഞാൻ ആഗ്രഹിച്ച് എൻ്റെ ദൈവം തന്ന കാഴ്ചയ്ക്കപ്പുറമായി ഞാനൊരു സ്മാർട്ട് ആകണമെന്ന് ജനത്തിന്റെ ഇഷ്ടപ്രകാരം അത് സ്മാർട്ട് ആകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് കണ്ണാടി ഇട്ടേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല അത്ഭുതങ്ങളെയും നമ്മൾ തട്ടിമാറ്റിയിട്ടുണ്ട്. നമ്മൾ പല അത്ഭുതങ്ങളെയും, ദൈവത്തിന്റെ പദ്ധതികളെ നാം തട്ടിമാറ്റിയിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികളെ നാം ആരായാതെ ആമേൻ ആ നീതിമാനായവനെ കാണുവാനുള്ള കാഴ്ചയെ നമുക്ക് ലഭിച്ചപ്പോൾ ആ കാഴ്ചയെ നമ്മൾ ലോകത്തെ കാണുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. പൗലോസിന് അവിടെ കാഴ്ച ലഭിച്ചു, ശൗലിന് അവിടെ കാഴ്ച ലഭിച്ചു. എന്തിനാണ്? നിനക്ക് നീതിമാനായവനെ കാണാനുള്ള കാഴ്ചയാണ് നിനക്ക് തന്നത് എന്ന് ആമേൻ ദൈവം അവിടെ ഉറപ്പിച്ചു പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു കാഴ്ച, ഒരു ആത്മീയ വീക്ഷണം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീതിമാനായവനെ കാണുവാൻ വേണ്ടിയാണ്. ലോകത്തിന്റെ കാഴ്ചകളെ കാണുവാനോ, ലോകത്തിന്റെ രീതികളെ കാണുവാനോ, ലോകത്തിന്റെ നിയമങ്ങളെ കാണുവാനോ നാം ഇത് പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പരാജയമായി മാറും. ഇന്ന് രാത്രിയിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ച തരികയാണെങ്കിൽ ഞാൻ എൻ്റെ നീതിമാനായവനെ, എൻ്റെ ദൈവത്തെ തന്നെ ദർശിക്കും എന്നുള്ള ഒരു വിശ്വാസവും ഒരു ഉറപ്പും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണുവാൻ കഴിയുന്നു. വിശ്വാസത്താൽ ദൈവത്തിന് കൈൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ആമേൻ. നീതിമാനെ കാണാനുള്ള കാഴ്ചയാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവം തന്നതെങ്കിൽ ആമേൻ നീതിമാനായ ഒരു സാക്ഷ്യം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണം. നാം നീതിമാനായ സാക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നീതിമാനെ കാണുവാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ കൈൻ്റെതും ഉത്തമമായ യാഗം കഴിക്കുവാൻ, സ്തോത്രം, നീതിയുടെ യാഗം കഴിക്കുവാൻ, സത്യത്തിന്റെ യാഗം കഴിക്കുവാൻ രാത്രി നമ്മുടെ ജീവിതത്തെ തയ്യാറാക്കണം. നമ്മുടെ ആരാധനയെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആമേൻ നീതിയുടെ അവസ്ഥകളിലേക്ക് കൊണ്ടുവരണം. അനീതിയുടേതായിരിക്കുന്ന യാതൊന്നിനും നമ്മുടെ ജീവിതത്തിൽ അവകാശമില്ലെന്ന് നാം തീരെഴുതി പറയണം. നമ്മുടെ ജീവിതത്തിൽ അനീതിക്ക് ഒരു അധികാരവുമില്ലെന്ന്, നീതിമാനായ ദൈവത്തെ കാണുവാൻ, നീതിമാനായവനെ ദർശിക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അനീതിയുടേതായ ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നൊരു തീരുമാനം ഉണ്ടാകണം. ഹാബേലിന്റെ യാഗം കൈയിന്റെ യാഗത്തെക്കാളും ഉത്തമമായിരുന്നത് പോലെ എൻ്റെ ജീവിതത്തിലുള്ള ആമേൻ സ്തോത്രം സ്വഭാവം, എൻ്റെ ജീവിതത്തിലുള്ള നടത്തിപ്പ്, എൻ്റെ ജീവിതത്തിലുള്ള പെരുമാറ്റം, എൻ്റെ ജീവിതത്തിലുള്ള സകലതും എൻ്റെ കർത്താവിന് ഉത്തമമായ യാഗമായി തീരണം. എൻ്റെ ജീവിതത്തിന്റെ സകല ക്രമീകരണങ്ങളും ദൈവത്തിന് ഉത്തമമായ, അവന് ഇഷ്ടമുള്ളതായ, നിന്നെ നീതീകരിക്കുന്നതായ, നീതിമാനെ ദർശിക്കുവാൻ കഴിയുന്നതായ ഒരു സ്വഭാവമായി മാറണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് പറയുകയാണ്. നമ്മുടെ യാഗം ഉത്തമമായ യാഗമാകട്ടെ. നമ്മുടെ ജീവിതം കർത്താവിന് മുമ്പിൽ ഉത്തമമായ ജീവിതമാകട്ടെ. നമ്മുടെ നടപ്പ് കർത്താവിന്റെ മുമ്പിൽ ഉത്തമമായ നടപ്പാകട്ടെ. കാരണം നമുക്ക് നീതീകരിക്കപ്പെട്ട് നീതിമാനായെങ്കിൽ മാത്രമേ ദൈവം ഹാബേലിനെ നീതിമാനായി പ്രഖ്യാപിച്ചതുപോലെ, ഉത്തമമായി യാഗം കഴിക്കുന്നത് കൊണ്ട് നീതിമാനായി പ്രഖ്യാപിച്ചതുപോലെ ദൈവം നമ്മെ ഇന്ന് രാത്രിയിൽ നീതിമാനായി പ്രഖ്യാപിച്ച് നീതിമാനെ ദർശിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തില് നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നാം ക്രിസ്തുവിൽ എന്താകണം? ദൈവത്തിന്റെ നീതിയായി മാറണം. സ്തോത്രം. ഈ ലോകത്തിന്റെ ഒരു അനീതിക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്ന് നാം ഇന്ന് രാത്രിയിൽ പ്രഖ്യാപിച്ചേ മതിയാകുള്ളൂ. എന്നെ നിയമിച്ചിരിക്കുന്നത് എന്തിന്? ദൈവവേദിലെ നിങ്ങളെ എന്തിനാണ് ഇന്ന് രാത്രി കർത്താവ് നിയമിച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ള ബൈബിൾ കൺവെൻഷനിലൊക്കെ ദൈവവചനം കേൾക്കുമ്പോൾ 1 മിനിറ്റ് നമ്മെ തന്നെ സമർപ്പിക്കണം കേട്ടോ. ദൈവത്തിന്റെ ഇഷ്ടമാരായാൻ, അവൻ നീതിമാനായവനെ കാണാൻ, 3-ാമത് അവന്റെ വചനം കേൾപ്പാൻ
ഇന്ന് രാത്രി നമ്മെ നിയമിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ലോകം കൊലപാതകനായ ബറാബാസിനെ വിട്ടുകൊടുക്കണമെന്നും നീതിമാനായ ക്രിസ്തുവിനെ ക്രൂശിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നാം ഒരു കാര്യം മനസ്സിലാക്കണം. യേശു എനിക്ക് വേണ്ടി എന്തിനാണ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്? ഞാനെന്ന ബറാബാസിനെ വിടുവിക്കാൻ, ഞാനെന്ന ബറാബാസിനെ രക്ഷിക്കാൻ, കൊലപാതകനും നീചനുമായി മുദ്ര കുത്തപ്പെട്ടതായ ബറാബാസ് വിടുവിക്കപ്പെടാൻ യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അതിൽ ലോകം ബറാബാസിനെ ആവശ്യപ്പെട്ടെങ്കിൽ, കൊലപാതകനായവനെ ആവശ്യപ്പെട്ടിട്ട് ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ക്രൂശിപ്പിച്ച ലോകമാണ്. ഇന്ന് രാത്രിയിൽ നാം ആ വിഷയം മനസ്സിലാക്കുക. നമ്മുടെ കർത്താവ് പരിശുദ്ധനുമാണ്, നീതിമാനുമാണ്. എന്തിനാണ് അവൻ ക്രൂശിൽ യാഗമായി തീർന്നത്? എന്നെ പരിശുദ്ധന്റെ കൂടെ ചേർത്ത് നിർത്തുവാൻ, നീതിമാനായവന്റെ കൂടെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി മാത്രം എന്നെ എന്റെ കർത്താവ് വേർതിരിച്ചിരിക്കുകയാണെന്നും നിയമിച്ചിരിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ. ഏഷ്യാവിന്റെ പുസ്തകം 53 അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് എന്താ? ഒന്ന് വായിച്ചേ. യെശയ്യാവ് 53:11. ഇപ്രകാരം കാണുന്നു: നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തെ കുറിച്ചാണ് യെശയ്യാവിന്റെ പുസ്തകം 53 എഴുതിയിരിക്കുന്നത്. അവിടെ ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ ഒരു വലിയ റിസൾട്ട് അവിടെ ഉണ്ടായതാണ്. ആമേൻ. തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. യേശുവിന്റെ പ്രയത്നം, അതിന്റെ ഫലമാണ് ഞാനും നിങ്ങളും. യേശു കാൽവരി ക്രൂശിൽ പ്രയത്നിച്ചതായ ആ കഠിന പ്രയത്നം, അവന്റെ ജീവിതത്തിലുള്ള വേദന, അവന്റെ ജീവിതത്തിലുള്ള കാഠിന്യം, അവന്റെ ജീവിതത്തിലുള്ള സകലതിന്റെയും ആമേൻ അതിന്റെ പ്രയത്ന ഫലം ഞാനും നിങ്ങളുമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്: എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കി കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയാലും ചെയ്യുകയാൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ആമേൻ. നമുക്ക് നീതിമാനെ കാണാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി നമ്മുടെ നീതിമാനായ യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ക്രിസ്തുവിലെ പൗലോസിനെ ആക്കിയിരിക്കുന്നതിന്റെ 2-ാമത്തെ കാര്യം. 1-ാമത്തെ എന്തായിരുന്നു? 1-ാമത്തേത് നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ഇഷ്ടം അറിയണം. 2-ാമതാണ് നാം നീതിമാനായവനെ കാണണം. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. 3-ാമത്തേതാണ് അവിടെ കാണുന്നത്: അവന്റെ വായിൽ നിന്ന് ദൈവവചനം കേൾക്കുക. നാം അധികം പേരും വചനം കേൾപ്പിക്കാനായിട്ട് വളരെ ആകാംക്ഷയുള്ളവരാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കും അങ്ങനെയുള്ളൊരു ശുശ്രൂഷ വേണം, ഞാന് ദൈവവചനം കേൾപ്പിക്കുന്നവരായി മാറണം. പക്ഷെ പൗലോസിനെയും എന്നെയും നിങ്ങളെയും ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവവചനം കേൾക്കാനാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവവചനം, ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ വചനം. ആമേൻ, സ്തോത്രം. ഞാൻ എപ്പോഴും ആ ശബ്ദത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. ആമേൻ. ഈ ലോകത്തിന്റെ പ്രതികൂലത്തിൽ, കാട്ടുമൃഗങ്ങളുടെ മധ്യത്തിൽ, വലിച്ചു കീറുവാൻ കഴിവുള്ള സിംഹങ്ങളുടെയും വലിയ ബലിഷ്ഠമായ കരങ്ങളുള്ള വലിയ മൃഗങ്ങളുടെ മുമ്പിൽ ഒരു നിഷ്കളങ്കനായ മാൻ നിന്നിട്ട് അതിന്റെ ഉദരത്തിൽ അതിനെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാൻ സ്വയമേ ചിന്തിക്കുകയാണ്,
ഞാൻ തന്നെ വലിയൊരു പ്രതികൂലത്തിന്റെ മധ്യത്തിലാണ്. വെള്ളം കുടിക്കുവാൻ പോയാൽ വെള്ളത്തിൽ നിന്ന് മുതല ചീങ്കണ്ണി ചാടി എന്നെ പിടിച്ചു കളയും. അതെ, എനിക്ക് വെള്ളം പോലും ശരിയായ രീതിയിൽ കുടിക്കുവാൻ കഴിയില്ല. പുറമേ ചുറ്റും വന്യമൃഗങ്ങളാണ് എന്നെ കടിച്ചു കീറുവാൻ നോക്കിയിരിക്കുന്ന വൻമൃഗങ്ങൾ. ഇതിന്റെ മധ്യത്തില് ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിനോട് പറയും, നീ ദുഷ്ടലോകത്തിലേക്ക് വരണ്ട, നീ എന്റെ ഉദരത്തിൽ തന്നെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് മാൻ തന്റെ പ്രസവത്തെ നിർത്തലാക്കുമ്പോൾ, വേണ്ട എന്ന് വെച്ചിട്ട്, പ്രസവിക്കേണ്ട എന്ന് വെച്ച് കരുതി അവൾ തന്റെ മനസ്സിനെ അതിനു വേണ്ടി ഒരുക്കുമ്പോൾ, ദൈവ ശബ്ദം ഒരു നിമിഷം കൊണ്ട് മാനിന്റെ സ്വഭാവത്തെ ചേഞ്ച്, അവന്റെ മെന്റാലിറ്റിയെ ചേഞ്ചിട്ട് അതിനെ പ്രസ്മാറാക്കുന്നു. അതേ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നെ നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശബ്ദം. ആമേൻ. ഇനി വേണ്ട, ഇനിയും എനിക്ക് അതിനുള്ള ഒരു സ്റ്റെപ്പ് എനിക്ക് ഇനി എടുക്കാൻ കഴിയില്ല, എനിക്കതിനെ ആമേൻ സ്തോത്രം അതിനെ തരണം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആമേൻ നിർത്തലാക്കുന്ന, അല്ല വേണ്ടെന്ന് വെക്കുന്ന ആ സ്വഭാവത്തെ ചേഞ്ച് ആക്കുന്ന ദൈവത്തിന്റെ വലിയ ശബ്ദം ഇന്ന് രാത്രിയിൽ നമ്മുടെ ചെവിയിൽ കേൾക്കട്ടെ. ആമേൻ. മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം രാത്രി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും മാറ്റിമറിച്ച് എന്റെ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ നടത്തുവാൻ കഴിവുള്ള ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മൾ വ്യാപരിക്കട്ടെ. ആമേൻ. സ്തോത്രം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തില് ഇപ്രകാരം കാണുന്നു, ദൈവത്തിന്റെ ശബ്ദമാണ്, വായിൽ നിന്നുള്ള വചനം കൊണ്ടും ഞാൻ ജീവിക്കും. റൊട്ടി കൊണ്ട് മാത്രമല്ല, മഞ്ഞ കൊണ്ട് മാത്രമല്ല, മാംസം കൊണ്ട് മാത്രമല്ല, ലോകത്തിന്റെ ശക്തിയാൽ നിർമ്മിക്കപ്പെടുന്ന ആഹാര വസ്തുക്കളെ കൊണ്ട് മാത്രമല്ല, ദൈവവചനത്തെയും കൊണ്ട് ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവശക്തി. ആമേൻ. ആ ഒരു വചനമാണ് യേശു പിശാചിന്റെ മുമ്പില്, ആമേൻ, പരീക്ഷണത്തിന്റെ മുമ്പിൽ യേശു നിൽക്കുമ്പോൾ പരീക്ഷിക്കുവാൻ തയ്യാറായിട്ട് ക്വസ്റ്റ്യനും കൊണ്ട് വന്നിരിക്കുന്ന പിശാചിനോട് ഈ വചനമാണ് കൽപ്പിച്ചത്, ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന വചനം കൊണ്ടും ജീവിക്കും. എന്ന് രാത്രി ദൈവവചനം കേൾക്കുവാൻ നാം തയ്യാറാകണം. ദൈവവചനത്തിന് ആമേൻ സ്തോത്രം ഒരു വലിയ ഉദ്ദേശമുണ്ട്, നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് നാം മെനയപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശം. സങ്കീർത്തനം 119-ന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ദൈവമക്കളെ, ഞങ്ങള് ഈ ഛത്തീസ്ഗഡില് ഞങ്ങളുടെ വീടുകളിൽ, വിശ്വാസികളുടെ വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ കൈയും വീശിയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ഉപകാരം എന്ന് പറയുന്നത്, മൊബൈലിനകത്ത് ബൈബിൾ ഉള്ളത് കൊണ്ട് അവിടെ വിശ്വാസികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മൊബൈലിലുള്ള ബൈബിൾ ഉപയോഗിക്കും. നമ്മൾ പറയാറില്ലേ, മൊബൈലിലുള്ള ബൈബിളൊന്നും ഉപയോഗിക്കേണ്ട, വേദപുസ്തകം തന്നെ പിടിക്കണം. പക്ഷെ ഇവിടെയൊന്നും ഈ മതഗ്രന്ഥം കൊണ്ട് നടക്കാൻ കഴിയില്ല. കാരണം ഈ മതഗ്രന്ഥം കൊണ്ട് നടക്കുമ്പോൾ അതിനെ മതപരിവർത്തനം ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആയുധമായിട്ടാണ് ഈ ബൈബിളിനെ അവർ കാണുന്നത്. അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്രയും ബൈബിളുകൾ എങ്ങനെ വന്നു? ഇത്രയും മതഗ്രന്ഥങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് വരും. ഒരു വിശ്വാസിക്ക് ഒരു ബൈബിൾ എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ബൈബിളുമായിട്ടാണ് ചർച്ചുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ കൂടുതലുള്ള ബൈബിളുകൾ കാണുമ്പോൾ അവിടെ കാണുന്നത് മറ്റുള്ളവരെ മതപരിവർത്തനം നടത്താൻ ഈ ബൈബിൾ കൊണ്ട് ഉപയോഗിച്ചു എന്ന് ഒരു പേര് വരും. അതുകൊണ്ട് നിങ്ങൾ ബൈബിളുകൾ കൊണ്ടുപോകാറില്ല. ഞാൻ പറഞ്ഞൊരു സാരം, നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവവചനം സംഗ്രഹിക്കുക. ചിലപ്പോൾ നാളെ ഒരു സുപ്രഭാതത്തിൽ ഒരു നിയമം വരാം, വേദപുസ്തകം ഉപയോഗിക്കരുതെന്ന്. പക്ഷേ ഹൃദയത്തിലുള്ള ദൈവവചനത്തെ തകർക്കുവാൻ, അതിനെ ചൂഴ്ന്നെടുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ആമേൻ. പ്രോവർബ്സ് 30-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവവചനമാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഈ വചനം കൊണ്ട് നിങ്ങൾ തമ്മിൽ
ആശ്വസിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കേട്ട വചനം അത് നിങ്ങളിൽ എത്ര പേര് അതിനെ സംഗ്രഹിച്ചു എന്നറിയില്ല. പക്ഷേ ശൗലിനെ പൗലോസാക്കി മാറ്റിയ ദൈവത്തിന്റെ വ്യാപാര ശക്തി, അവരെ നിയമിച്ചാക്കിയതായ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഇഷ്ടം അറിവാനും സ്തോത്രം നീതിമാനായവനെ കാണുവാനും ദൈവത്തിന്റെ വചനം കേൾക്കുവാനുമുള്ള ദൈവത്തിന്റെ നിയമനം പൗലോസിന് ലഭിച്ചതുപോലെ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിയമനം ഉണ്ടാകട്ടെ. രാത്രി നമ്മെ രൂപാന്തരപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് രാത്രി നാം മനസ്സിലാക്കണം. ഒരുമിച്ച് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വ്യക്തമായി വ്യാപരിച്ചിരിക്കുകയാണ്. നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്കായി ഒരിക്കൽ കൂടെ ദിവസത്തിൽ സമർപ്പിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തെ നീ നിയമിച്ചാക്കിയിരിക്കുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ ഇഷ്ടപ്രകാരം നടക്കുവാന് ഞാൻ എന്നും എന്റെ ജീവിതത്തിലുള്ള സകല ഘട്ടങ്ങളിലും ഏത് തരത്തിലുള്ളതായ സാഹചര്യമായാൽ പോലും ആ സാഹചര്യത്തിൽ നീതിമാനായവനെ കാണുവാന്, ദൈവവചനം കേൾക്കുവാനുള്ള ഒരു മനസ്സിനെയും ഹൃദയത്തെയും എന്റെ ജീവിതത്തിലേക്ക് ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ദൈവവചനം കേട്ടതായ എല്ലാ